ോട് മിണ്ടുന്നില്ലല്ലേ, അടി വെച്ച് കൊടുക്കും, ചുട്ടടി. അതൊന്നും നിൽക്കരുത്, ഞാൻ വെറുതെ പറഞ്ഞ. കാമുകി മിണ്ടുന്നില്ലേ, ഇനി എന്തോ കുത്തിത്തിരിപ്പ് കാണിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓളോട് എന്ത് ചെയ്യുക, ഒന്ന് സൗമ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുക. എന്താണ് നിൻ്റെ പ്രശ്നം, എന്തുകൊണ്ടാണ് നീ എൻ്റെ അടുത്ത് മിണ്ടാത്തത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എങ്കിൽ ഞാൻ പരിഹരിക്കാൻ ശരിയാണ്, നീ പറയൂ എന്താണ്. ആ രീതിയിൽ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്താൽ പ്രശ്നങ്ങൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സൗമ്യമായിട്ട് എടുക്കാം. വത്സ മിണ്ടാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് സൗമ്യമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് ഇപ്പം അങ്ങനെ അതിൽ നിൽക്കണ്ട. ഇപ്പം ഉണ്ടായിട്ട് പറഞ്ഞിങ്ങനെ ഇതൊന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നോക്ക്. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പ്രണയിച്ചാൽ എത്ര പേര് കല്യാണം കഴിച്ചിക്ക്. അതൊക്കെ ആ പ്രായത്തിൻ്റെ ഒരു തിളപ്പാ, അത് നോക്കണ്ട. അതിനൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ അതിനിപ്പം നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ച് നല്ല നിലയിലെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് അതൊക്കെ പിന്നെ ചെയ്യടാ. കുറച്ച് വയസ്സ് കഴിയട്ടെ, കുറച്ച് വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ അതൊക്കെ വേണോ, അതൊക്കെ ലൈഫ്, അതൊക്കെ നമുക്ക് അപ്പാക്കാം. ഇപ്പോൾ വേണ്ട. ഓക്കെ.